നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മാഗി ക്യൂബ് ഉണ്ടല്ലോ, ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം കേട്ടോ, ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 പീസ് എല്ലുള്ള ചിക്കനും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ചധികം ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു മീറ്റ് മാത്രം ഒന്ന് മാറ്റി വെക്കുക, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട്. ആ ഒരു സ്റ്റോക്ക് വാട്ടർ കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ക്യാരറ്റും ഒരു റാഡിഷും കുറച്ച് ഉള്ളി തണ്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ക്യാപ്സിക്കം കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പീസ് ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ആയാലും മതി. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും സ്റ്റോക്ക് വാട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലോണം ഒന്ന് ഉടച്ചും കൂടി എടുക്കുക. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, താല്പര്യമുള്ളവർക്ക്. എന്നിട്ടൊരു ട്രേയിലേക്ക് ആ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് മാറ്റി കൊടുക്കുക. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. ഒരു ഓവനായിട്ടെങ്കിലും ഫ്രീസറിൽ വെക്കുക. ഇത് ഓവനായിട്ടൊക്കെ ഫ്രീസ് ചെയ്ത ശേഷം പുറത്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മാഗി ക്യൂബിൻ്റെ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം വരെയും ഇതിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.